സോ ഹേ ഗൈസ് വെൽക്കം ടു യു ആർ വാച്ചിങ് ടി വി മോട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ പുതിയവരോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ മാക്സ് ആൻഡ് റീസ്റ്റോറേഷൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയ്ക്ക് ഞാൻ ഉദ്ദേശിച്ച റെസ്പോൺസ് കിട്ടിയില്ല. മാക്സിമം സപ്പോർട്ട് ചെയ്ത് കാണാത്തൊരു സ്പ്ലെൻഡറിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇട്ടുണ്ട്, പോയി ഒന്ന് കാണുക. ഈ രണ്ട് വണ്ടി നമ്മൾ ഈ പറഞ്ഞ പോലെ വീട് മാറുന്നതിന് മുന്നേ എടുത്ത് വെച്ചത് കേട്ടോ. ഇപ്പോഴാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. എന്തിനാണ് നമ്മളിന്ന് പരിപാടി സ്റ്റാർട്ട് ചെയ്യുവാണ്. വണ്ടി ഫുൾ ഡിസ്മാൻഡലിംഗ് ആണ്, ഫസ്റ്റ് പാർട്ടാണ്, ഡിസ്മാൻഡലിംഗ് പാർട്ടാണ്. അപ്പം വണ്ടിയുടെ കണ്ടീഷൻ ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി വന്ന് സാധാ ഞാൻ റോഡിൽ കിട്ടുള്ള മാക്സ് ആൻഡ് അപേക്ഷിച്ച് ഒത്തിരി ഡൗൺ തോർത്തായിട്ട് വർക്ക് ചെയ്ത് വെച്ചേക്കുന്ന വണ്ടിയാണ്. അതിനകത്ത് കുറേ പെയിൻറ്റിങ് ആവശ്യമില്ല, പെയിൻറ്റിങ് അലമ്പായിട്ടിരിക്കുന്ന വണ്ടിയാണ്. ഞാൻ വണ്ടിയുടെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. വണ്ടി ജസ്റ്റ് കാണിച്ചു തരാം. അപ്പം ഇതാണ് നിങ്ങളെ വണ്ടി. വണ്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ആർട്ടിസ്റ്റിക്കായിട്ടാണ് വണ്ടി പണിത് വെച്ചേക്കുന്നത് എന്നുള്ളത്. സംഭവം വേറൊന്നുമല്ല, കസ്റ്റമർക്ക് വണ്ടി കിട്ടിയത് ഇങ്ങനെയാണ്. അവൻ കുറേ നാൾ കൊണ്ട് കടന്നു, പക്ഷെ കൊടുത്ത പയ്യൻ ആക്കി വെച്ച കോലമാട്ടത്. ഫ്രണ്ട് റിമ്മ് കണ്ടല്ലോ, പെയിൻ്റൊക്കെ അടിച്ചു, റിമ്മ് ഫുൾ തുരുമാണ്, പെയിൻ്റൊക്കെ അടിച്ചതാണ്ടൊക്കെ ആക്കി വെച്ചേക്കാണ്. അതിനകത്ത് ആക്ച്വലി ഈ വണ്ടിയിൽ ഇപ്പം നിലവിൽ ഉള്ള ലുക്കിൽ നമ്മൾ പഴയ സാധനം ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ടയർ മാത്രം കേട്ടോ. ബാക്കി ഏറ്റവും ഈസൊരു പാർട്സ് നമ്മൾ ബ്രാൻഡ് ന്യൂ തന്നെ സെറ്റ് ചെയ്യാൻ പ്ലാൻ ആക്കിയിട്ടുണ്ട്. അതിനുള്ള രീതിക്കുള്ള റെസ്റ്റോറേഷനാണ് ചെയ്യുന്നത്. കണ്ട മാസ്ക് കണ്ടില്ലേ, ചെറിയ ഷോർട്ട് മാസ്ക് വെച്ച് വണ്ടി മൊത്തത്തിലൊരു അൺഷേപ്ഡ് ആയിട്ടുള്ള സാധനമാണ്. പോരാഞ്ഞിട്ട് എഞ്ചിനകത്ത് ഭയങ്കര നോയ്സാണ്, ഓവർഫ്ലോ ഉണ്ട്, പവറില്ല. പോരാണ്ട് ഞാൻ എൻ്റെ എക്സോസ്റ്റ് ചെയ്തേക്കുന്നുണ്ടല്ലേ. എന്ത് രീതിയിലാണ് ഇത് ചേമ്പറാക്കി എടുത്തെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തരും. പഴയ ഓൾഡ് എക്സോസ്റ്റ് കട്ട് ചെയ്ത് അതിൻ്റെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ചളക്കി ഷേപ്പാക്കി ചേമ്പർ ലുക്കാക്കി എന്നുള്ളത് കവളുടെ ചേമ്പർ കാര്യമൊന്നുമല്ല. നമ്മളിത് മാറ്റി നീറ്റായിട്ടൊരു ചേമ്പർ അല്ലെങ്കിൽ സാധാ എക്സോസ്റ്റ് പോകും. സാധാ എക്സോസ്റ്റ് മിക്കവാറും വയ്ക്കാൻ സാധ്യതയുള്ളത്. ബാക്കിലോട്ട് വരുമ്പോൾ കണ്ടല്ലോ പോരാണ്ട് സീറ്റിൻ്റെ അവസ്ഥ, ടൈലൈറ്റ് എക്സിറ്റ് ടൈലൈറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ കാര്യം, അപ്പം ഇതാണ് നിലവിലത്തെ ഇപ്പോൾ കണ്ടത്തെ കണ്ടീഷൻ. ഉണ്ടോ ഇതിനകത്ത് പെയിനിങ് കണ്ടില്ലേ, നല്ല നാശമാക്കി നാളെ വെച്ചേക്കാണ്. അപ്പോൾ ഇതാണ് നിലവിലത്തെ വണ്ടിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളിത് ഫുൾ ഡിസ്മാൻഡിൽ ചെയ്യുന്നു. ഏറ്റവും ഇസഡ് നീറ്റായിട്ട് വർക്ക് ചെയ്ത് നല്ല വൃത്തിക്ക് ക്ലീൻ ലുക്കിൽ അവരെ കയ്യിലോട്ട് സ്പെക്കിൽ കൈ കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതനുസരിച്ച് നമ്മൾ ചെയ്തെടുക്കുന്നതായിരിക്കും. അപ്പം ആസ് യൂഷ്വൽ നമുക്ക് ഒന്നേന്ന് പൊളിച്ചു തുടങ്ങാം. അപ്പോൾ പൊളിക്കുന്ന അനുസരിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഇത്രയൊക്കെ അഴിച്ച് ഇറക്കിയിട്ടുണ്ട്. ടാങ്ക് സൈഡ് വരെ ഇറക്കിയ സ്ഥിതിക്ക് നോക്കിയിട്ട് ചേസിൽ ഒന്ന് രണ്ട് ജോയിൻസിലുള്ള പാച്ച് വർക്ക് അത്യാവശ്യമുണ്ട്. പിന്നെ ഈ ചേസിന് ചെറിയൊരു ബെൻഡ് ഉണ്ടോ ഡൗട്ടുണ്ട് കേട്ടോ. കാരണം ഇതിന് മുന്നേ വെച്ചിരുന്ന പയ്യൻ വണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് മറിച്ചിടുമ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ചെക്ക് ചെയ്യണം. എനിക്ക് നോക്കിയിട്ട് ഒരു സൈഡിലോട്ട് ചെറിയൊരു എങ്ങോട്ട് ഇപ്പോൾ ഫീൽ ആവുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഈ ലെഫ്റ്റിലോട്ട് ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഫീൽ ആവുന്നുണ്ട്. അത് നമുക്ക് മൊത്തം അഴിച്ചിട്ട് തറ വെച്ചാലും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. നമുക്ക് മൊത്തം ഒന്ന് താവട്ടം താക്കാം. പോരാണ്ട് ഈ വണ്ടി ഓടി വരുമ്പോൾ ഫ്രണ്ട് വീലും ബാക്ക് വീലും അലൈൻമെൻറ്റ് കറക്റ്റല്ല, ചെറിയ വ്യത്യാസമുണ്ട്. ഇത് കറക്റ്റ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അപ്പം അത് നോക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ നിലവിൽ അല്ലാതെ നോക്കുമ്പോൾ വണ്ടിക്ക് വേറെ കുഴപ്പമുള്ളതായൊന്നും ഫീൽ ആവുന്നില്ല. ഇനി നമുക്ക് അടുത്ത പരിപാടി ഇനിയും ഫ്രണ്ട് സെക്ഷൻ മൊത്തം ഇറങ്ങണം, ബാക്ക് സെക്ഷൻ മൊത്തം ഇറങ്ങണം, എഞ്ചിൻ താക്കണം. രണ്ട് ചേസ് മാത്രം കൊണ്ടാണ് നമ്മൾ പാച്ച് വർക്കിന് കൊടുക്കേണ്ടത്. അത്യാവശ്യം ചെറിയ പാച്ച് വർക്കുകളുണ്ട്. അതിപ്പം എഞ്ചിൻ്റെ ഭാഗം കഴിക്കുമ്പോഴേ ഉള്ളൂ ബാക്കി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അറിയുന്നത്. അപ്പം നമുക്ക് അതുകൂടെ അഴിച്ചിട്ട് കാണാം. ബാക്കിലത്തെ മുഴുവൻ നമ്മൾ അഴിച്ചിറക്കി, സിംഗാം ഉൾപ്പെടെ എല്ലാ സാധനം അഴിച്ചിറക്കി. അപ്പോൾ ഇതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് സ്റ്റക്ക് ആകുന്നുണ്ടെന്ന് കസ്റ്റമർ പറയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന റാഡ്, ഇപ്പോൾ ഇരിക്കുന്ന റാഡ് ഇത് മാക്സ് ഹൺഡ്രഡിൻ്റെ റാഡല്ല, ഇത് ആക്ച്വലി സ്പ്ലെൻഡറിൻ്റെ റാഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇട്ട് വെച്ചേക്കും. സോ ഇവിടെയാണ് ഇതിൻ്റെ റിട്ടേൺ സ്പ്രിങ് വരേണ്ടത്. അതിന് പറയുന്നത് ഈ സ്പ്രിങ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്ക് വരും. സോ അതുകൊണ്ടാണ് ഇതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് പ്രോപ്പറായിട്ട് വർക്കാവാത്തത്. നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും ഇത് മാറി മാക്സ് ഹൺഡ്രഡിൻ്റെ റാഡ് ഇട്ടാൽ. കാരണം സ്പ്ലെൻഡറിൻ്റെ റാഡ് മാക്സ് ഹൺഡ്രഡ് ഇട്ടാൽ നീളക്കൂടുതലാണ്, ബ്രേക്ക് കിട്ടത്തില്ല, ബ്രേക്ക് സ്റ്റക്ക് വരും, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതറിയാതെ പലരും മാറി തിരിച്ചൊക്കെ ഇടുന്നുണ്ട്. അതായത് നമുക്ക് ബാക്കി പരിപാടി സെറ്റ് ചെയ്യാം. നേരത്തെ കുഴപ്പമില്ല പോകുന്നത് വർഷത്തിന് പണിയിരിക്കുന്നത്. കണ്ടല്ലോ ഗിയറിൽ ഒരു വെൽഡ് ചെയ്ത് വെച്ചേക്കും. ഇനി ഇത് അഴിക്കണമെങ്കിൽ വേണേൽ കട്ട് ചെയ്യണം, പോരാനായിട്ട് ഗിയറിലെ ഷാഫ്റ്റും മാറണം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് എഞ്ചിൻ ഓടിക്കട്ടെ, ബാക്കി ഫ്രണ്ട് അഴിക്കാം. ഇത് ഇനിയും അഴിക്കണമെങ്കിൽ അകത്ത് കൊണ്ടുപോകും.
പ്രോപ്പർ ബ്രേക്ക് മെയിൻ്റനൻസ് ഇല്ലാതെ പോകുന്നതിനുള്ള വേറൊരു മെയിൻ പ്രശ്നം കിടന്നു. പ്രോപ്പറായിട്ട് ബ്രേക്ക് മെയിൻറ്റെയിൻ ചെയ്യാതെ ക്ലീൻ ചെയ്യാതെ വർക്ക് ചെയ്ത് പോകുമ്പോൾ വരുന്ന പ്രശ്നം ഇതുണ്ടോ. ഇതിന് നല്ല രീതിക്ക് ഫ്രണ്ട് ബ്രേക്ക് അടിച്ചു പിടിക്കുന്നുണ്ടായിരുന്നു കണ്ടല്ലോ. ഇത്രയും തുരുമ്പോ അഴുക്കുവാണ് വെച്ചിരിക്കുന്നത്. ഇത് എല്ലാ വണ്ടിയും ഒരു 3500 കിലോമീറ്റർ കൂടുമ്പോൾ ബ്രേക്ക് ഷൂ ഒക്കെ അഴിച്ച് ക്ലീൻ ചെയ്യുക, ബ്രേക്ക് ഷൂ ചെക്ക് ചെയ്യുക. ഇത് എപ്പോഴും ചെയ്യേണ്ടത്. ഇതിപ്പം ഇതിൻ്റെ എല്ലാം പോയിരിക്കും, വേറെയും സാധനം എല്ലാം പോയിരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ റീപ്ലേസ് ചെയ്യണം. ഏതായാലും നമുക്ക് ബാക്കിയുള്ളത് കഴിക്കാം. നമ്മൾ വണ്ടി മൊത്തം അഴിച്ചിറക്കിയിട്ടുണ്ട്. ചേസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ബെൻഡുണ്ട്, അത് ആശാനെ കൊണ്ട് കാണിക്കണം. പിന്നെ കോൺസെപ്റ്റിൻ്റെ വർക്കുണ്ട് കേട്ടോ. ഇതിന് തീരെ ഗ്രീസില്ലാതെ ഓടി ഇതിൻ്റെ കോൺസെപ്റ്റിൻ്റെ കാര്യത്തിൽ ഓൾമോസ്റ്റ് തീരുമാനമായിരിക്കുകയാണ്. താഴെ തന്നെ അവസ്ഥ. പിന്നെ അടിയിൽ കുറച്ച് പാച്ച് വർക്ക് കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു എഞ്ചിൻ്റെ ക്ലാമ്പിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൂടെ റെഡിയാക്കണമുണ്ട്. അത്രയാണ് ചേസിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക്. ഇത്ര ഐറ്റംസ് വേസ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ വണ്ടിയിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും പുതിയ എടുക്കുകയാണ്. ആപ്പാടെ ഇത്ര സാധനങ്ങളേ ഉള്ളൂ. പെയിൻറ്റിങ്ങിന് പോകുന്നത് സിങ്ങാമ, നമ്മുടെ ഫുഡ് ട്രസ്റ്റ്, അങ്ങനെ കുറച്ച്. ഇതിൽ നമ്മൾ ഈ വേറെ കാര്യം ഈ ബിൽഡ് നമ്മൾ ക്രോം ഒഴിവാക്കുക കേട്ടോ. ബ്ലാക്ക്, മാറ്റ് ബ്ലാക്ക്, ഗ്ലോസി ബ്ലാക്ക് അങ്ങനെ ഒരു സെറ്റപ്പാണ് പിടിക്കുന്നത്. ക്രോം നമ്മൾ ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ റിം ഉൾപ്പെടെ നമ്മൾ പെയിൻറ്റ് അടിക്കുന്നുണ്ടായിരിക്കും വട്ടം. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് പിന്നെ തരാം. ഇതിനകത്ത് വന്നിട്ട് ഈ 2 ടയർ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം നമുക്ക് മാറാം, കാരണം റിമ്മും കാര്യങ്ങളൊക്കെ മോശം കണ്ടീഷൻ. അപ്പോൾ അതിൻ്റെ മേളിലായി ഒരു മട്ടി പെയിൻറ്റ് അടിച്ച് വെച്ചേക്കുന്നത്. ആൻഡ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇതൊക്കെ നമുക്ക് പിന്നീട് റീസ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മാക്സ് 100ൻ്റെ ഫസ്റ്റ് പാർട്ട്. അപ്പം ഇതിൻ്റെ കണ്ടിന്യൂസ് അപ്ഡേറ്റ് നമ്മുടെ ചാനലിൽ ഇനിയും വരും. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.